ഒരു പതിറ്റാണ്ട് മുൻപ് രാജ്യത്തുടനീളം നടത്തിയ അക്രമത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി സംഘം ഉപേക്ഷിച്ചുപോയ ഒരു കൂട്ടക്കുഴിമാടത്തിന്റെ ഖനനം ഇറാഖി ഉദ്യോഗസ്ഥർ ആരംഭിച്ചു. കൃത്യമായ കണക്കുകളൊന്നുമില്ലെന്നും 2018 ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് അൽഗഫ്സയിൽ 4000 മൃതദേഹങ്ങൾ വരെ IS ഭീകരർ മറവ് ചെയ്തിട്ടുണ്ടെന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. IS ഭീകരർ വധിച്ച ഇറാഖി സൈനികർ, ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥർ, പൗരന്മാർ, യസീദി മതന്യൂനപക്ഷത്തിലെ അംഗങ്ങൾ എന്നിവരായിരിക്കാം കുഴിയിൽ തള്ളപ്പെട്ടതെന്നാണ് നിഗമനം. കുഴിമാടത്തിന് 150 മീറ്റർ ആഴവും 110 മീറ്റർ വീതിയുമുണ്ട്. 2016 മാത്രം ഗഫ്സയിൽ ഒറ്റ ദിവസം കൊണ്ട് 280 പേരെ IS ഭീകരർ കൊലപ്പെടുത്തി മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് നിഗമനം. ഇറാഖിലുടനീളം IS ഭീകരർ 200-ലധികം കൂട്ടക്കുഴിമാടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക്. ഇതിലാകെ 12,000-ഓളം മൃതദേഹങ്ങൾ ഉണ്ടാകാമെന്നും അധികൃതർ പറയുന്നു. പ്രാദേശിക അധികാരികൾ, ജുഡീഷ്യറി, ഫോറൻസിക്, ഇറാഖിലെ രക്തസാക്ഷി ഫൗണ്ടേഷൻ, കൂട്ടക്കുഴിമാടങ്ങളുടെ ഡയറക്ടറേറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് പ്രവർത്തനം നടക്കുന്നതെന്ന് സർക്കാർ നടത്തുന്ന ഇറാഖി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. തുടക്കത്തിൽ ദൃശ്യമായ മനുഷ്യാവശിഷ്ടങ്ങളും ഉപരിതല തെളിവുകളും ശേഖരിക്കുന്നതിനായാണ് ശ്രമം നടക്കുന്നത്. അതേസമയം അന്താരാഷ്ട്ര പിന്തുണ ആവശ്യമാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 15 ദിവസത്തെ പ്രാരംഭ പ്രവർത്തനത്തിന് ശേഷം ഫൗണ്ടേഷന്റെ മൊസൂൾ ടീം ഒരു ഡാറ്റാബേസ് നിർമ്മിക്കുകയും സംശയിക്കപ്പെടുന്ന ഇരകളുടെ കുടുംബങ്ങളിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിക്കാൻ തുടങ്ങുകയും ചെയ്യും. ശരിയായ തിരിച്ചറിയൽ ഉറപ്പാക്കാൻ ലബോറട്ടറി പ്രോസസ്സിംഗും DNA ഡാറ്റാബേസും ആദ്യം ലഭിക്കണമെന്ന് സർക്കാർ വ്യക്തമാക്കി. പൊട്ടിത്തെറിക്കാത്ത ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലത്തിന്റെ അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേക സഹായം ലഭിച്ചതിനു ശേഷം മാത്രമേ പൂർണ്ണമായ പ്രവർത്തനങ്ങൾ തുടരാനാകൂ എന്നും അറിയിച്ചു.